സർവതന്ത്ര സ്വതന്ത്രനായിട്ടല്ല. ഒന്നാമത്തെ കേരള മന്ത്രിസഭ 1957 മുതൽ അന്ന് പാർട്ടി സ്വതന്ത്രനാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്രന്മാരാണ്. പിന്നീട് LDF ഉണ്ടായപ്പോൾ LDF സ്വതന്ത്രന്മാരാണ്. ഈ അൻവറും വരുന്ന LDF സ്വതന്ത്രനായിട്ടാണ്. അതൊന്നും പുതിയ കാര്യമല്ല. ഇപ്പോ മലപ്പുറം ജില്ലയിൽ തന്നെയുള്ള KT ജലീൽ സ്വതന്ത്രനല്ലേ? അദ്ദേഹം CPM-ന്റെ അംഗമല്ലല്ലോ. ആ തരത്തിൽ LDF പുതുതായി കണ്ട് ആവിഷ്കരിച്ച് കൊണ്ടുവരുന്ന ഒരു പുതിയ രാഷ്ട്രീയ നയംമാറ്റമോ അടവ് നയമോ ഒന്നുമല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത്തെ കേരള മന്ത്രിസഭ അത് ഉണ്ട്. അത് പല മേഖലകളിലും പല ജില്ലകളിലെയും പല മണ്ഡലങ്ങളിലും അത് വേണ്ടി വരും. അതിൻ്റെതായിട്ടുള്ള രാഷ്ട്രീയ മാനങ്ങൾ കണ്ടിട്ട് തന്നെയാണ് അത്തരം സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ എക്കാലം അവതരിപ്പിച്ച് പോന്നിട്ടുള്ളത്. ഇനിയും അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിലൊന്നും ഒരത്ഭുതത്തിന് അവകാശമില്ല. സ്വാഭാവികമായ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് സ്വതന്ത്രന്മാരെ LDF സ്വതന്ത്രന്മാരെ അവതരിപ്പിക്കാറുള്ളത്. അതൊരു പക്ഷേ ഇത്തവണയും ഉണ്ടായേക്കാം, ഒരു പക്ഷേ.